ഗൈസ് ഗുഡ് മോർണിംഗ്. സോ ഇപ്പം ഞാൻ നിൽക്കണ അവിടെ അറിയോ, നമ്മുടെ കനിക്കുട്ടിയുടെ അച്ഛമ്മയുടെ വീട്ടിലേക്കാണ്. അപ്പം നാളെ നമ്മൾ തിരിച്ചു പോവും. അപ്പം ഇന്നത്തെ ഇവിടുത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് കാണിച്ചു തരാവേ. തരിക്കുട്ടി അമ്മയുടെ ഗാർഡനിലുള്ള പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ പറിച്ച് കളിക്കുന്നുണ്ട്. അല്ല എനിക്ക് ചെറിയൊരു മുക്കലിപ്പ് പോലെ തോന്നുന്നു. തനുവിന് കുറവൊക്കെ ഉണ്ട്, ചെറിയൊരു മുക്കലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ സെറ്റായിട്ടോ. നമ്മൾ രാവിലെ എണീറ്റു അല്ലേ? എന്തോ ഇത് നമ്മൾ രാവിലെ എണീറ്റു, പല്ല് തേച്ചു അല്ലേ, താഴെ വന്നു, ചായ കുടിച്ചു, തനിക്കുട്ടി പാല് കുടിച്ചു, തനിക്കുട്ടിക്കുള്ള മുട്ടയിട്ടിരിക്കുന്നു. മുട്ട വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനി കൊടുക്കണം അല്ലേ തന്നെ. അങ്ങനെയൊക്കെയാണ് ഇതുവരെ ഉള്ളത്. ഞാൻ അമ്മയുടെ പൂന്തോട്ടമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അമ്മയ്ക്ക് വലിയ പൂന്തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ. ഞാനിവിടെ ചൂടെടുത്തിട്ട് ഇങ്ങനെ ഒഴുകാണ് ഗൈസ്. സാധ്യ ചൂടാട്ടോ. അയ്യോ, നമ്മുടെ അവിടെ വന്നിട്ട് ചൂടെടുക്കുവാണെങ്കിലും ഇങ്ങനെ വേർക്കത്തില്ല. നമ്മളിത് നിന്ന പാടെ ഇങ്ങനെ വേർക്കുമ്പോഴത്തേക്കും നന്നായിട്ട് മുഷിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ ഭയങ്കര ചൂടാണ്. അയ്യോ എനിക്കിപ്പം അവിടെയാണ് കുഴപ്പമില്ലാത്ത പോലെ തോന്നുന്നത്. നാളെ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. എന്തും കൂടെ ഉള്ളൂ നമ്മളവിടെ. കുട്ടി അച്ഛമ്മയുടെ പൂക്കളൊക്കെ പിച്ചി എന്തി ഫ്ലവർ എന്തി ഫ്ലവർ കാണിച്ചേ, ഫ്ലവർ എന്തി കാണിച്ചേ, കാണിക്ക്, പൊക്കി കാണിക്കാം. അമ്മയ്ക്ക് കാണിച്ച ഹായ് എന്തി ഫ്ലവർ. ഹായ് കണ്ടു. ബോഗൻവില്ലയുടെ പൂവാ പറിച്ചിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ വെച്ചിട്ടുണ്ടേ, ഇവിടെ വെച്ചിട്ടുണ്ട്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ മുൻവശം കേട്ടോ. വേറൊരു ബോഗൻവില്ലയുടെ ഈ കളർ, ഈ കാണുന്ന റെഡ് കളർ, ഇത് പിങ്ക് കളർ ഉണ്ടോ കേട്ടോ, ഭംഗിയല്ലേ പിങ്ക് കളർ. ഇവിടെ നമ്മളൊരു വെറൈറ്റി ആയിട്ടില്ലേ ഈ ബോഗൻവില്ലയുടെ അടുത്ത കളർ. അടുത്തത് വൈറ്റ് കളർ ഉണ്ടോ, ഫോക്കസ് ആവുന്നില്ല. ഓക്കെ കണ്ട വൈറ്റ് കളർ. അനുവാണ് അനുകുട്ടി. ഇതൊരു നമ്മൾ നേരത്തെ അവിടെ കണ്ട കളറിനെക്കാട്ടി കുറച്ച് ഡാർക്കാണ് ഈ കളർ. പിന്നെ കണ്ട അതിനെക്കാട്ടി കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള കളറുണ്ടോ, ഈ കളറുണ്ടോ. കൊള്ളാമല്ലേ, നല്ല രസമുണ്ട്. അപ്പുറത്തെ സൈഡും ഉണ്ട്. ഇവിടെ മുഖമൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ തെറ്റിയല്ലേ, തെറ്റിയാണോ? ഇത് നമ്മുടെ മറ്റേ മുള്ളിച്ചെടി ഫേമസ് അല്ലേ. ഇങ്ങനത്തെ മുള്ളിച്ചെടി എൻ്റെ വീട്ടിൽ പണ്ട് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഭയങ്കര പാടാണ്. അതിൻ്റെ വേര് പിടിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എൻ്റെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടോ, ബാൽക്കണിയിൽ അവിടെ ഇങ്ങനെ നമ്മൾ കുറച്ച് ഒരു ബഞ്ചായിട്ടൊക്കെ നിർത്തുന്ന ചെടിയില്ലേ, അതിന് വരെ ഈ മുള്ളു ചെടി വെച്ചിരുന്നു. അയ്യോ അതിൻ്റെ വേരൊക്കെ പിടിച്ചിട്ട് ഭയങ്കര കുത്തി വളർത്താനൊക്കെ നല്ല പാടായിരുന്നു. ഇത് നമ്മുടെ ഇവിടെ ഈ തെറ്റിയല്ലേ, പൂക്കളൊക്കെ പറിച്ചിട്ട് നമ്മളെ ഉദയനൂരും കൃഷ്ണാമ്പലത്തിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. ഉദയനൂരൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. നല്ല ഒത്തിരി കൊണ്ട് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ. ഇതൊക്കെ വരുന്നേ ഉള്ളൂ. അതെ ഇവിടെ കാണാം
കല്ലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു തവണ കയ്യിലൊക്കെ ചെടിയാക്കിയതാണ്, ഞങ്ങൾക്ക് കഴുകി കൊടുത്തത്. പിന്നെ ആക്കിയിട്ടുണ്ട്. ദൈവമേ, വായിൽ വെക്കാണ്ടിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. ഇത് ഓർക്കിഡ് എന്താണ്? ഓർക്കിഡിൻ്റെ നല്ല രസമുണ്ടല്ലേ. ഇതിൻ്റെ വെറൈറ്റി വേറൊരു കളറുണ്ട്, വയലറ്റ് കളർ അല്ലേ, നല്ല ഭംഗിയുണ്ട്. വയലറ്റും വൈറ്റും കൂടെ ചേർന്നിട്ട് രസമുണ്ട്. കുറേ ഓർക്കിഡ് ചെടികളുണ്ട്. ഹായ്, ഇത് നോക്കി, നല്ല രസമാണ്. ഇതിൽ പൂ വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ ചെടിയുടെ. ഏയ് വായിൽ വെക്കല്ലേ, തരൂ അത്, വായിൽ വെക്കല്ലേ. മാങ്ങ, വായിൽ വെക്കരുത്. മാങ്ങ, പുളിഞ്ചിക്ക, മണി പ്ലാന്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. വേറൊരു അരളിപ്പൂ എൻ്റെ ഇടയിലുണ്ട്. കറ്റാർവാഴ, ഇതിലൊക്കെ എന്തൊക്കെയോ തൈയുണ്ട്. ചീര ഒക്കെ ഉണ്ട്. ഇത് കപ്പയ്ക്കല്ലേ? കപ്പയ്ക്കാണെന്ന് തോന്നുന്നു. കപ്പയ്ക്ക, കാന്താരി മുളകാണ് തോന്നുന്നു. അമ്മയുടെ കൃഷിയാണോ ഗൈസ്? എന്തൊക്കെ കൃഷിയാണോ അറിയില്ല. പാവയ്ക്കാണോ? ഇത് പാവയ്ക്കാണോ അമ്മ? ഈ പടർത്തി വിട്ടിരിക്കണ അമ്മ പാവയ്ക്കാണോ? തടിയങ്കായൊക്കെ പോയാ അമ്മ? തടിയങ്കായൊക്കെ പിന്നെ റംബൂട്ടാൻ നിൽക്കണ്. ഈ തനു വായിൽ വെക്കരുത് പറഞ്ഞതാണ്. പുറത്ത് വിടാത്തത് കൊണ്ട് അവൾ കാണിക്കുന്ന കോലാഹലമാണ്. ഞാൻ കൂട്ടിയിട്ടു. ഇതാണ് അമ്മയുടെ ഓഫീസ്. അമ്മയുടെ ഓഫീസ്. ഇന്നെന്തോ അമ്മ സ്പെഷ്യൽ? അപ്പോ കടലക്കറി. എന്തോ ഇത് എത്ര മാസം അമ്മ ഫ്രിഡ്ജ് വെച്ചിരുന്നു? 1 മാസം. എന്നിട്ട് ഒരു കേടുമില്ലല്ലോ. ചില ചക്കയ്ക്ക് വെള്ളം ഇറങ്ങുന്ന ചക്കയ്ക്കാണ് കൈക്ക് വരസം വരുന്നത്. അത് ശരി. എന്നൊക്കെ അമ്മ പറയണ കേട്ടാ. അച്ഛനുള്ള ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനിലാണ് അമ്മ. അല്ലേ അമ്മ? അച്ഛൻ സ്കൂളിൽ പോകുമ്പോഴാണ് പോള്. സ്കൂളിൽ പോണ കുട്ടികൾ ഇത്രയായിട്ട് പോകില്ല. പിന്നെ സ്നാക്കും, അച്ഛന് ബിസ്ക്കറ്റിന് വരെ അച്ഛന് ഫ്രൂട്ട്സ്, ഹെൽത്തി. എല്ലാ ദിവസവും ഞാൻ ഒന്ന് കല്ലുവിൻ്റെ അവിടെ പോരുന്നില്ലേ? അന്നേരം എല്ലാം ചെയ്തു. അത്രയും കുറേ ചീത്തയായിട്ട് കേട്ടോ.
അച്ഛനെ ഇപ്പോഴത്തെ കഴിച്ചു നോക്കി കൊള്ളാമോ നമ്മളെ പേരൊക്കെ കട്ടാലു കൊള്ളാം. ഡോഗിനെ കാണിക്കാൻ പോവും. എവിടെ പോണ്? അപ്പൊ നാളെ നീ പോവേ. ബൈ ബൈ ബൈ. രാവിലെയുള്ള അവൾക്കൊരു മുട്ട ഞാനിപ്പോൾ ദിവസം ഒരു മുട്ടയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അവൾക്ക് മുട്ടയൊക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ അവൾക്ക് കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് TV ഒക്കെ ഓണാക്കി പാട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വന്ന് TV ഓണാക്കിയപ്പോൾ തന്നെ ആളിങ്ങനെ എത്തിയിട്ടുണ്ട് പറഞ്ഞ്. എന്നിട്ട് അവർക്കൊന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെ മിണ്ടാണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പൊട്ടറ്റവും ക്യാരറ്റും ഒക്കെ ഇട്ടുള്ളൊരു സ്റ്റൂ പോലെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനതങ്ങ് അപ്പം അവൾക്ക് ആദ്യം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിരുന്ന് കഴിഞ്ഞാലേ അവൾ പിന്നെ കുറച്ച് നേരം പിന്നെ മിണ്ടാണ്ട് ഇരുന്നോളൂ. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അങ്ങനെ അമ്മ അച്ഛനൊക്കെ റെഡി ആയിട്ട് അച്ഛനൊന്ന് ഓഫീസിൽ പോകണം. അപ്പം അമ്മയും അച്ഛനും റെഡി ആയിട്ട് അമ്പലത്തിൽ ഉദയനൂർ പോവാണ്. അവർ ഡെയിലി അമ്പലത്തിൽ പോകും കേട്ടോ. രാവിലെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ദിവസങ്ങളിലാണെങ്കിൽ നമ്മുടെ കേശവപുരം നമ്മുടെ പരുത്തൻകുഴിയിലുള്ള കൃഷ്ണാമ്പലത്തിലും പോകാറുണ്ട് കേട്ടോ. തനിക്കുട്ടിക്ക് റേച്ചലിൻ്റെ പരിപാടിയൊക്കെ വെച്ചപ്പോൾ അവളത് കാണിച്ച് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയൊക്കെ പോയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് അച്ഛനുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്യാം. എത്തി അച്ഛനെ നോക്കുക കേട്ടോ. അച്ഛൻ അവിടെ ഇരിക്കുന്നിട്ട് അച്ഛനെ ഇങ്ങനെ എത്തി നോക്കണം കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അപ്പവും കടലക്കറിയായിരുന്നു. അപ്പവും പൊട്ടറ്റോ സ്റ്റൂ ആയിരുന്നില്ല, അത് തലേന്ന് കണ്ടായിരുന്നു കേട്ടോ. അപ്പമായിരുന്നു, അത് ഇടിയപ്പമായിരുന്നു, മാറിപ്പോയി. എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തനുക്കുട്ടീനെ കൊണ്ടുപോയി ഞാൻ ഫീഡ് ചെയ്തിട്ട് ഉറക്കായിരുന്നു. ഫീഡിങ് ഒക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫീഡൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫീഡൊക്കെ കൊടുത്ത് അവൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ താഴെ പോയിട്ട് വന്നു കേട്ടോ. താഴെ പോയി വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നിട്ടാണ് ഞാൻ മേളിലേക്ക് വന്നപ്പോഴത്തേന് എണീറ്റിരിപ്പുണ്ട് അവള്. അങ്ങനത്തെ ഞാൻ അവളെ എടുത്തിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. താഴെ അന്നേരം നമ്മുടെ അച്ഛൻ്റെ സിസ്റ്ററും മകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൂപ്പനെ കാണാനായിട്ട് കേട്ടോ. ഹൈഫൈ എടുത്തേ, ഹൈഫൈ എടുത്തേ. ഫ്ലൈങ് കിസ് കൊടുക്ക്, ഫ്ലൈങ് കിസ് കൊടുക്ക്. നല്ല കുട്ടി, ഒരിക്കൽ കൂടി. ഈ ഉടുപ്പൊക്കെ എന്റെ കലാവിരുത് ആണോ? നല്ല ഉടുപ്പ്. പണ്ടൊക്കെ ഇത് ഷോളാണെന്ന് ഞാൻ അല്ല. അപ്പച്ചീരെ അടുത്ത് പെട്ടെന്ന് എടുത്തു. അപ്പച്ചിയുടെ ഋഷി ഭയങ്കര ഇതാണ്. ഇവിടെ ഇരിക്കാം. ഇനി ബാ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ മക്കളെ, നോക്കട്ടെ. ഇപ്പൊ തന്നെ
ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, സൂപ്പർ ആണോ നോക്കട്ടെ. അനുക്കുട്ടി കുറച്ച് തന്നെ. സൂപ്പർ. വാ, കുറച്ച് കൊണ്ടുവന്ന് തന്നെ. കൊള്ളാമോ? എന്തൊരു വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. നാട്ടിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ചൂട് സൂപ്പർ. നല്ല വിശേഷപ്പെട്ട എന്ത് നല്ല ചൂടാണെന്നറിയാം. വേർത്തൊഴുകി പണ്ടുവരെ. പക്ഷെ അവിടെ ഇത്രയും വേർക്കത്തില്ല കേട്ടോ. ആ അതാ. അതെ അതെ. അങ്ങനെ അതേ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഉച്ചയ്ക്ക് അതെ അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതേ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ചോറുണ്ടായിരുന്നു, അച്ചാറ്, പ്രോൺസ് റോസ്റ്റ് ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പിന്നെന്താ ചക്കവിയൽ ഉണ്ടായിരുന്നു. ഇന്നലത്തെ കുറച്ച് തീയൽ, പ്രോൺസ് തീയലിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു എല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ തനിക്കുട്ടിയുടെ ചിറ്റപ്പന്മാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മാമിയുടെ 2 മക്കളാണ്. അതിങ്ങനെ പോകുന്നുണ്ട്. ആദ്യം അവരെ കാണുമ്പോഴത്തേനും ഓടുന്നുണ്ടായിരുന്നു. അതങ്ങനെയാണ്. പിന്നെ കുറച്ച് നേരം അപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടുക്കുന്നുണ്ട്. പക്ഷെ അധികം അങ്ങോട്ട് അങ്ങനെ പോവില്ല അവള്. ഭയങ്കര പാടാണ് ആദ്യം ഒന്ന് ഇണങ്ങാനായിട്ട്. ഇപ്പൊ ആരും മിണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തില്ല ഗൈസ്. ദേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുള്ള വരവാട്ടോ. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇത് 5:21 എന്നിട്ട് ഇതേ നമ്മൾ തിരിച്ച് താഴത്തേക്ക് വരുവാണ്. അമ്മ ടൈറ്റ് അമ്മ. ഹായ് മമ്മ. കുട്ടി അന്തം വിട്ടവരെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തുവാ ഞാൻ ഇനി പൊളിച്ചെടുക്കണേന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് കൊടുത്തപ്പോൾ അവളിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവൾക്ക് ഇക്കിള് നന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് അതേ ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ട് അവൾക്ക് ഞാൻ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ പിച്ചിട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് പിന്നെ അവൾക്ക് വേണ്ട മതിയായി. അമ്മ ഇത് ഉണ്ടാക്കിയപ്പോൾ എന്തൊരു വ്യത്യാസമല്ലേ അമ്മ? അടം ഉണ്ടാക്കിയപ്പം വെറുതെ കഴിക്കുമ്പോഴും അടം ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിയ ശേഷം കുളിപ്പിച്ച്. കൊള്ളാമോ? കൊള്ളാമോ? കഴിച്ചോ? അതിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് ചേട്ടൻ അതിന്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് ചക്കര മുത്ത ഗുഡ് ഗേൾ ആണ്. അത് കഴിച്ചിറക്കിയിട്ട് കഴിക്കണം. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? കുറേശ്ശെ കഴിക്കാൻ സമാധാനമായിട്ട് കഴിച്ചു. ഈ തറയൊന്ന് കഴിച്ചിട്ട് അല്ല ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ പോയി ഓ കഴിച്ചോ കഴിച്ചോ. നോക്കണം തുറക്കണം. കഴിച്ചോ? മമ്മ കഴിക്കും. മമ്മ കഴിക്കും. വായോ. വ്ളോഗ് വേണോ? ഇട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട്? അടുത്ത് കഴിക്കും. അത് 2-3 എടുത്ത് പൊഞ്ഞു വെച്ചേക്കാം. അവിടെ ചെന്നിട്ടൊക്കെ കഴിക്കും. അപ്പം ഇട്ടിട്ടിരിക്കുകയാണ് എൻ്റെ മോള്. യോ ചായ ചൂട്. ഈ പെണ്ണ് നല്ല സമാധാനമായിട്ട് ഒന്നും കഴിക്കാൻ സമ്മതിച്ചില്ല. ചൂട്.
വഴി. നിന്റെ അപ്പ എവിടെയാടി? അച്ഛ എവിടെ? അച്ഛ എവിടെ? അച്ഛന്ന് ഉച്ചയ്ക്ക് പുട്ടുമായിട്ട് കഴിച്ചു. എന്തെന്നാണ് പുട്ട്? പുട്ടാ? ഇവിടെ അവര് കൊണ്ടുവന്ന് പുട്ട് എന്തോ സാധനം വന്നെന്ന് പറഞ്ഞെന്തോ? കട്ടില് കൊണ്ടുപോയി. കട്ടിലെടുക്കുന്ന ആള് വന്നു. ഓ അത് ശരി, മറ്റേ കട്ടിലല്ലേ. അത് ഇടിഞ്ഞു വീണതൊക്കെ ശരിയാക്കിയാണ്. അയാള് എത്ര ആയി? അയാള് തന്നെ പോയാ നമ്മള് കഴിക്കാനായിട്ട് വായിക്കാത്തില്ലെന്നോ? അപ്പൊ കുഞ്ഞിന് എന്താന്ന് പറ. ഓട്സ് മതിയാ? ഓട്സ് മതി. ഇല്ല കഞ്ഞി വയ്ക്കണോ? കഞ്ഞിയോ? ഓട്സ് മതി. ഒറ്റ മതിയല്ലേ? ഇന്നലെ ഓട്സ് വെച്ചിട്ടില്ലല്ലോ. ഒന്ന് ഓട്സ് ഇടാം. നീ വന്നേ. ശർക്കര വരട്ടി ഒറ്റയ്ക്ക് ചുമ്മാ കഴിക്കാൻ കൊള്ളൂല കേട്ടാ. അത് കഴിക്കാൻ കൊള്ളാം, പക്ഷെ ഒരുപാടൊന്നും കഴിക്കാൻ. ഒരുപാട് കുറച്ചേ കഴിക്കാം. പക്ഷെ ഇത് കൊള്ളാം. അതാണ് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ ഇഷ്ടപ്പെടും. അമ്മക്കേ ഇതമ്മ അരിപ്പൊടിയില്ല ഉണ്ടാക്കിയ പുട്ടിന്റെ പൊടിയിലൂടെ അത് കിട്ടി. പുട്ടിന്റെ പൊടിയാണോ? ഓ നല്ല മെൽറ്റ് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് അല്ലേ? അതും അരിപ്പൊടിയും തേങ്ങയും മാത്രമേ ഉള്ളൂ. വേറെ ശർക്കര എന്ത് ചേർക്കണ്ടല്ലോ. നമുക്കേ നിനക്ക് അഞ്ചെണ്ണം കൊണ്ടുപോകണം. ഇതാ ചുമ്മാ പോയി ഞാൻ ബാഗിനകത്ത് വെച്ചേക്കാം. പിന്നെ ഇതിപ്പോ ഞാൻ നാളെ നമ്മളെ ഫ്രിഡ്ജ് വെച്ച് നാളെ രാവിലെ എടുത്ത ബാഗിനകത്ത് വെച്ചപ്പോ അല്ലെങ്കിൽ കുറച്ച് വാഴയില ഈ മോളെ നാളെ കുറച്ച് കരിയേപ്പില എടുക്കാടി നിനക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടൊക്കെ പോയി അതൊക്കെ കഴിക്കും. ഞാനും വരണം. ഞാനും അമ്മയും കൂടെ നമ്മുടെ കറിവേപ്പില എടുക്കാനായിട്ട് പോവാണ്. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നോ എന്തോ. പണ്ട് എനിക്ക് ഓർമ്മ കിട്ടണില്ല. പണ്ട് ഇത് അത്യാവശ്യത്തിനുള്ള ഇപ്പോൾ വീട്ടിലുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ അപ്പൂപ്പൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അപ്പൂപ്പൻ വരണമെന്ന് സഹായിക്കാനൊക്കെ ആയിട്ട് അമ്പേരെടുത്ത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഗുഡ്ഗാവില് ഇവിടെ കറിവേപ്പിലിനെ കറിപ്പത്തേന്നാണ് കേട്ടോ പറയണേ. പക്ഷെ ഞാനിവിടെ സബ്ജി മാർക്കറ്റിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനും ഇങ്ങനെ മേടിക്കുന്ന ബ്ലിങ്കിറ്റെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും മേടിക്കുക. അല്ലെങ്കിൽ വേറൊരു ആപ്പൊക്കെ ഉണ്ട്, അതിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ മേടിക്കുന്നത്. അല്ലാണ്ട് ഞാനിവിടെ നമ്മുടെ മാർക്കറ്റിൽ വരുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അച്ഛൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ അമ്മയച്ഛനും വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം തലേന്ന് പോവാറുണ്ട്. അപ്പം അമ്മ കുറച്ച് മാങ്ങ തരാനായിട്ടും തനിക്കുട്ടിക്ക് കുറച്ച് ക്യാഷും അതൊക്കെ അമ്മ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തരാനായിട്ട് അമ്മയച്ഛനും വൈകിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇട്ട് വയ്ക്ക് നാളെ ഈ സമയത്ത് കൊറേ അമ്മ 2-3 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്.
അച്ഛനും അമ്മയും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയേട്ടോ. എൻ്റെ അവിടുത്തെ വീട്ടിലുള്ള വ്ളോഗ് ഞാൻ അടുത്ത തവണ ഞാൻ കാണിച്ചു തരാം. കാര്യം ഇപ്രാവശ്യം എടുക്കാൻ പറ്റില്ല. കാര്യം ഒരു ദിവസം പോലും വീട്ടിൽ ഇരുന്നിട്ടില്ല. വൈകിട്ടാകുമ്പോഴേ നമ്മൾ വരാറുള്ളത്. അപ്പം അന്നേരം ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത തവണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം പുറത്തുനിന്നായിരുന്നു. ഡി പാരിസിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തനിക്കുട്ടിക്ക് ഞാൻ ഓട്സ് കാച്ചുന്നുണ്ട്. അമ്മ ദേ കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ച് എല്ലാം വൃത്തിയാക്കി ഒന്ന് വച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പോലും എടുത്തില്ല ഗൈസ്. ഞാൻ മറന്നുപോയി. കാര്യം നമ്മുടെ പാക്കിംഗ് പരിപാടിയായിരുന്നു. കാരണം വെയിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ അങ്ങനെ പോയി. അതിനിടയ്ക്ക് തനിക്കുട്ടി ഉറങ്ങാനുള്ള ക്രാങ്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം അതിൻ്റെ പുറകെ ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി. പിറ്റേ ദിവസം എണീറ്റ് റെഡിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ വിട്ടുപോയല്ലോ എന്ന് ആലോചിച്ചത്. ഇത് നമ്മുടെ ശംഖുമുഖത്ത് എത്തി കേട്ടോ. എനിക്ക് 8:45 എത്തണമായിരുന്നു. കാര്യം എൻ്റെ ബോർഡിങ് വന്നിട്ട് 10:45 കൊണ്ടായിരുന്നു. കാര്യം ഇപ്പോഴത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാണും. 3 hours മുന്നേ, ഡൊമസ്റ്റിക്കിലാണെങ്കിൽ 3 hours മുന്നേ ആയിട്ട് എത്തണമായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ പാടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തനിക്കുട്ടിയുടെ ഫുഡിൻ്റെ തിരക്കും അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചെക്കിങ്, ചില കാറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് അധികം സമയം ഉണ്ടായിരുന്നു അകത്തോട്ട് കയറാനായിട്ടൊക്കെ. കുറച്ച് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. കാറൊക്കെ ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് വിടുന്നുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയച്ഛനും ടാറ്റയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയപ്പോൾ 2 തവണയൊക്കെ ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേഗം തന്നെ കഴിഞ്ഞു കേട്ടോ. കാര്യങ്ങളൊക്കെ എല്ലാം പടപടാന്ന് കഴിഞ്ഞു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉള്ളിൽ ആകെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം 8:45 നമ്മൾ എത്തി. 8:44 മുന്നേ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ബോർഡിങ് 10:45 മുന്നേ ആയിട്ട് 3 hours മുന്നേ എത്തണം. അതാണ് ഡൊമസ്റ്റിക്കിൻ്റെ ഇത്. ഇൻ്റർനാഷണൽ ആണെങ്കിൽ എനിക്കൊന്ന് 5 hours അങ്ങോട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ ഞാൻ നമ്മുടെ ചക്ക അട കഴിച്ചു, കട കഴിച്ചു. ഇഡ്ഡലി അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ഞാൻ കഴിച്ചു. തനിക്കുട്ടിക്കുള്ള ഭക്ഷണവും ഞാൻ ഇടയ്ക്ക് കൊടുത്തു. അതിനിടയ്ക്ക് തനിക്കുട്ടി അവിടെ മൊത്തം ഓടി നടപ്പുണ്ട് കേട്ടോ. അവിടെ ഫുള്ളിങ്ങനെ ഓടുന്നു. ഇത്രയും നേരത്തെ എത്തി. എനിക്ക് 12:30 കൊണ്ടോ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ 8:45 മുന്നോട്ട് നമ്മളിത് ഇവിടെ ഇരിക്കുവാണ്. അങ്ങനെ അത്യാവശ്യം കുറച്ച് ആളുകൾ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴത്തേന് 9 അല്ല 10 മണി കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ആളുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. തനിക്കുട്ടി അവിടെ നിന്ന് പിക്കപ്പ് ബുക്ക്, അവിടെ ഒരു സ്റ്റോളുണ്ട്. അപ്പോൾ അവിടെ പുള്ളിക്കാരി പിപ്പുണ്ട്. അപ്പം അവിടെ പിക്കപ്പ് ബുക്ക് നോക്കി കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫുള്ള് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഈ ഒരു നമ്മുടെ ചെയറിൽ അതിൻ്റെ ബാക്കിലേക്ക് വന്ന് ആൾ വീണ് നെറ്റി വന്ന് ഇടിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വീഴ്ചയായിരുന്നു. ഇടിച്ചിട്ട് അവിടെ ഇങ്ങനെ നല്ല ചുമന്ന്, ഇപ്പോഴും അത് മാറിയിട്ടില്ല, ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ മുളച്ചിട്ട് കരയൊക്കെ ചെയ്ത് പിന്നെ ഞാൻ സമാധാനിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാകെ വിഷമമായി. കാര്യം അത്യാവശ്യം നല്ലൊരു പാട് വീണിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ വാവയ്ക്ക് ഭയങ്കര ഉമ്മ കൊടുക്കലായിരുന്നു. എന്തിനാണോന്നും എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഉമ്മ കൊടുക്കലായിരുന്നു കേട്ടോ. അവിടെയും പോയി ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്താ അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് ഉമ്മ കൊടുക്കും. സൈഡിൽ തന്നെ ഒരു സ്റ്റോൾ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബ്രാസിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ ചെന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ടച്ച് ചെയ്യാൻ തോന്നി. പിന്നെ എടുക്കാനൊക്കെ പരിപാടി തുടങ്ങി. പിന്നെ ഞാൻ അവിടെ ആ സീറ്റിൽ ഇരിക്കുമ്പോഴത്തേന് എനിക്ക് അവളിവിടെ എത്ര ഓടി നടന്നാലും കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ഞാൻ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേന് ആൾ ഉറങ്ങി കേട്ടോ. ഇതാട്ടോ ഡൈപ്പർ ചേഞ്ചിങ് റൂമൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. അത്യാവശ്യമല്ല, നല്ലതായിരുന്നു. കാര്യം നമുക്ക് കുറച്ച് നേരം അവിടെ കയറി ഇരിക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ശരിക്കും നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഗേറ്റ് നമുക്ക് അത്യാവശ്യം ഓരോ ഗേറ്റിലോട്ട് പോകുന്നതിന് അത്യാവശ്യം വലിയ ദൂരം. നമുക്ക് അവിടെ സീറ്റ് ഇരുന്നാലും എല്ലാം നമുക്ക് എല്ലായിടത്തും വ്യൂ ഉണ്ട്. അപ്പോൾ തനിക്കുട്ടി അവിടെ ഇങ്ങനെ ഓടി നടന്നാലും എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അന്നേരം അവർ മറ്റേ ബ്രാസിൻ്റെ സാധനത്തിലൊക്കെ പോയി എടുക്കേണ്ടി വന്നപ്പോൾ എനിക്ക് ചാടി എണീക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ. ഞാൻ ബോർഡിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല 10:45 കണ്ടായിരുന്നു ബോർഡിങ് ടൈം. അങ്ങനെ തനിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞില്ല, തനിക്കുട്ടിക്ക് ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് അവൾ അത്യാവശ്യം അവിടെ കിടന്ന് നന്നായിട്ട് ഓടി നല്ല ടയേർഡായി കേട്ടോ. അപ്പം ബോർഡിങ്ങിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടാണ്. എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ ഇനി ഫ്ലൈറ്റ് കയറുമ്പോൾ ഇനി എണീക്കോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ എണീറ്റു. ഇടയ്ക്ക് വെച്ച് നല്ലപോലെ ഇങ്ങനെ എണീറ്റിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് ബാക്കിൽ
കൊണ്ടുപോയി അവിടെ എയർ ഹോസ്റ്റസ് ഒക്കെ ഇരിക്കില്ല, അവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നല്ല ഉറക്കം, ഞാൻ സാധാരണ ഇങ്ങനെ ഉറങ്ങാറില്ല, പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പുറകെ കുറച്ച് നേരം കൊണ്ട് നടന്നിട്ട് പിന്നെ സീറ്റ് വന്നിരുന്ന് ഞാൻ തട്ടി തട്ടി തട്ടിയപ്പോഴത്തേനും അവൾ ഉറങ്ങി കേട്ടോ. ഞാനും അങ്ങ് ഉറങ്ങുകയോ അവളും അങ്ങ് ഉറങ്ങി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ചുമയുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ചൂടായിട്ട് എന്തെങ്കിലും കോഫി കുടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ കോഫി മേടിച്ചപ്പോൾ അവർ പറഞ്ഞു ബദാമും ഉണ്ട് 200 ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് രണ്ടും കൂടെ ഞാനങ്ങ് മേടിച്ചു. അതേ നമ്മൾ തിരിച്ച് നമ്മുടെ ഡൽഹിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആകെ നമ്മൾ ഒരാഴ്ചത്തേക്ക് നമ്മൾ നാട്ടിലോട്ട് പോയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ വ്ളോഗൊന്നും എടുത്തിട്ടില്ല, ആകെ നല്ല കുറച്ചൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അടുത്ത തവണ നമ്മൾ കേരളത്തിൽ പോകുമ്പോൾ നന്നായിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നാട്ടിൽ പോയി അച്ഛനും അമ്മയൊക്കെ കണ്ട് സന്തോഷം, എല്ലാവരെയൊക്കെ കണ്ട് അവർക്കും സന്തോഷം, തനിക്കുട്ടിയൊക്കെ കണ്ട് കുറേ നാൾക്ക് ശേഷമല്ലേ കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ. എനിക്ക് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് ഞാൻ പറഞ്ഞു അടുത്ത തവണ പോകുമ്പോഴത്തേന് നന്നായിട്ട് വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇനി നമ്മുടെ ലഗേജിൻ്റെ ടൈമാണ്. അയ്യോ, ലഗേജ് കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുത്തു കേട്ടോ, ഒരുപാട് സമയം എടുത്തു. അതിനിടയ്ക്ക് ഇതേ റെഡ് ബാഗ് എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തൂക്കിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ ആയിരുന്നില്ല, ശശിയായിപ്പോയി. എന്നിട്ട് നമ്മുടെ ശ്രീക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട്. തനിക്കുട്ടി ഹാപ്പി ആയിട്ട് ചാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പേരെ കൂടെ ഫ്രണ്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് തൊട്ടടുത്തെത്തി കേട്ടോ. ആ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു, അന്നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് വേറൊരു വ്ളോഗിൽ വേറെ ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.